സ്വർഗസ്നാ ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ആ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വെട്ടുക്കിളി വരുന്നത് പോലെ പിശാച് പലയിടത്തു നിന്നും കടന്നു വന്ന സമയത്താണ് ദൈവം സാത്താൻ്റെയോ വെട്ടുക്കിളിയുടെ കയ്യിലേക്ക് കൊടുക്കാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിപ്പാൻ ദൈവത്തിന് പ്രസാദമായത്. നമ്മുടെ കർത്താവിൻ്റെ 1000 നന്ദി രാവിലെ സമയം കൊടുപ്പാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിന് മുമ്പിൽ കെട്ടുവാൻ പിശാച് ഒക്കെ പ്ലാൻ ചെയ്തു. എന്നാൽ നമ്മുടെ മുമ്പിൽ ജയത്തിൻ്റെ കൊടി ദൈവം നാട്ടി ഒരു പുതിയ മാസത്തിൽ ജയിച്ച് കയറുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ മുറിയാത്തി പ്രാർത്ഥനയും അതുപോലത്തെ ശുശ്രൂഷകളൊക്കെ നമുക്ക് വിജയം തരാൻ തക്കവണ്ണ വേദിയായി ദൈവത്തിൻ്റെ ആത്മാ തീർത്തു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരത്തെ കടന്നുപോയി, പിന്നത്തെ ഞങ്ങൾ കടന്നുപോയി, ഞാനും കടന്നുപോയി. മുറിയാറ്റി പ്രാർത്ഥന സെക്ഷൻ നടക്കുകയായിരുന്നു. ആ പ്രാർത്ഥന അവിടുന്ന് അനുഗ്രഹമായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഉറങ്ങിയില്ല. ശേഷമാണ് ഈ പ്രാർത്ഥനയോട് കഴിഞ്ഞിട്ട് വേണം അല്പം വിശ്രമിച്ചിട്ട് പിന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിന്നെയും യാത്ര ചെയ്യേണ്ടതുണ്ട്. ദൈവമക്കളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സഹകരണത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ മാസം മുഴുവനും നമ്മളോട് ഇരിക്കത്തക്ക വണ്ണം വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. കഴിഞ്ഞ ഏപ്രിൽ മാസം ദൈവാത്മാവ് നമുക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹം, ദൈവം പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ദൂതുകൾ നാം കഴിഞ്ഞ മാസങ്ങൾ മുഴുവനും പ്രാപിച്ചെടുത്തു. അതിൻ്റെ വിടുതലുകളും അതിൻ്റെ അത്ഭുതങ്ങളും നാം പ്രതീക്ഷിക്കാതെ തന്നെ പ്രാപിപ്പാൻ തക്കവണ്ണം അവസരം കർത്താവ് ഒരുക്കി തന്നു. ഇന്ന് ഈ മാസത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്രോമിസ് വീട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ ദൈവാത്മാവ് തന്നു. അത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഹൃദയത്തിനകത്ത് ആ ദൂത് വെച്ചും നടന്നു. ഇന്ന് നമുക്ക് ആ മെസ്സേജ് കൂടി കേൾക്കാം. ആമേൻ. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പ്ലീസ് വായിക്കാമോ? നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. മതി. താങ്ക് യു ആൻറ്റി. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാടാണ്. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും എന്ന വാക്കാണ് 33-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നാം വായിച്ചത്. കഴിയുമെങ്കിൽ ഇന്നോ ഈ ആഴ്ചകളൊക്കെ ആ 33-ാം അധ്യായം ഒന്നിലധികം പ്രാവശ്യം വായിക്കുന്നത്. അതിനകത്ത് ഒത്തിരി വെളിപ്പാടുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി അത് ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം 1-2 അല്ല, കൂടുതൽ വായിക്കുന്നതോറും അതിനകത്ത് 100 വരുന്ന ചില വിഭവസമർത്ഥമായ ചില വെളിപ്പാടുകളുണ്ട്. അത് നമുക്ക് നമ്മുടെ മുമ്പോട്ട് ഗമനത്തിന് ഭയങ്കര ഓജസ് തരും. കഴിയുന്നിടത്തോളം ഞാൻ ആ ദൂത് ശുശ്രൂഷിക്കാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നാം വായിച്ച വാക്യം നിന്റെ കാലത്ത് ഒരു സ്ഥിരത എന്നൊരു വാക്കാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു വാക്കുണ്ട്. എന്നാൽ അവർ ദേശത്ത്, ഒന്ന് വായിച്ചേ, നിങ്ങൾ വായിക്കുമ്പോൾ അത് സന്തോഷമായിരിക്കും. എന്നാൽ അവർ ദേശത്തൊഴിലെന്നോ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. സ്ഥിരത ഇന്ന് തരാതെ വണ്ണം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാതെ വണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മൾ പ്രിയപ്പെട്ടവരെ ദേശത്തിട്ട് അങ്ങ് വലയ്ക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ശ്രോത്രം, പ്രൈസ് ദി ലോർഡ്. തമിഴ് കൊടുത്തിരിക്കുന്ന വാക്ക് തികൈത്ത് എന്ന വാക്കാണ്. തികൈത്ത് എന്ന വാക്ക് വാണ്ടർ ചെയ്യുക. ഇങ്ങനൊരു അലച്ചിലുകൾ ചിലപ്പോൾ നമ്മുടെ കാലം മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ ഒരു അലച്ചിൻ്റെ കാലഘട്ടം ഉണ്ടായി. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് അറിയാം, അത്രയും നിങ്ങളുടെ പ്രായമനുസരിച്ചുള്ള കാലഘട്ടത്തിൽ പുറകോട്ട് ചിന്തിച്ചാൽ ഒത്തിരി അലഞ്ഞ കുടുംബങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഒത്തിരി വലഞ്ഞു, സ്വയമായിട്ട് വലഞ്ഞവരുണ്ട്, സാത്താനായി വലഞ്ഞവരുണ്ട്, മനുഷ്യരാ വലച്ചവരുണ്ട്.
ഇങ്ങനെ വലച്ചതിൻ്റെ ഒരു ഭയങ്കര ഹിസ്റ്ററി നമുക്ക് ഈ ദൂതിന് മുമ്പിൽ ചിന്തിക്കാം. എന്നാൽ ഈ 2026 ഈ മെയ് മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക്, പിതാക്കന്മാരുടെ മാതാക്കളുടെ കാലത്ത് അലഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, നിന്റെ കാലം വരുമ്പോൾ ആ അലച്ചിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥിരത ഞാൻ തരുമെന്നാണ്. കൺസിസ്റ്റൻസി എന്നൊരു വാക്ക്, സ്ഥിരത, സമനില. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തോത്രം, സ്ഥിരത എന്ന വാക്കിന് സ്റ്റെബിലിറ്റി എന്നൊരു വാക്ക്, സ്റ്റെബിലിറ്റി, ഉറപ്പിച്ച് നിർത്തും. ആമേൻ. ദൈവാത്മാവ് ഉറപ്പിച്ച് നിർത്തി. അതിനകത്ത് രണ്ടാമത്തെ ഇംഗ്ലീഷ് വാക്ക് ഡ്യൂറബിലിറ്റി, ദൃഢത തന്ന് ദൈവാത്മാവ് മാനിക്കുന്ന ഒരു ഘട്ടമാണ്. സ്തോത്രം. ഈ ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പിശാച് വാദിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കാലത്ത് ഈ മെയ് മാസം ഒരു സ്ഥിരത ദൈവം തരുമെങ്കിൽ, ആ സ്ഥിരതയ്ക്ക് കാരണം ദൈവമാണെങ്കിൽ ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തും. ഒരിക്കലും അസ്ഥിരനാകുവാൻ തക്കവണ്ണം ഒരിക്കൽ പോലും അനുവദിക്കത്തില്ല. മാറ്റമില്ലാതെ നിലനിൽക്കുന്ന അവസ്ഥയെ, അല്ലെങ്കിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമനിലയെ സൂചിപ്പിക്കുന്ന മേഖലയാണ്. നമുക്കറിയാം, ജീവിതത്തിനകത്ത് വലഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറയ്ക്കേണ്ട സമയത്ത് ഉറച്ചില്ല എങ്കിൽ, പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചില്ല എങ്കിൽ, നന്മ ആസ്വദിക്കുന്ന സമയത്ത് നന്മ ആസ്വദിച്ചില്ല എങ്കിൽ, ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാരണവശാലും ഇനി അങ്ങ് പോട്ടെ, നല്ല കാലത്തൊന്നും പ്രാപിക്കാൻ പറ്റിയില്ല, ഇനി ഇപ്പോഴെന്തു കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് സാത്താൻ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ഞാൻ ജയിച്ചു, എൻ്റെ ഭാഗം ജയിച്ചു, ആ കുടുംബം അലഞ്ഞു, ആ വ്യക്തികൾ അലഞ്ഞു എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ശബ്ദം കിടക്കുമ്പോൾ തമ്പുരാൻ വാക്കാകുന്നു, ആ മാനസികമായിട്ട് അലഞ്ഞത്, ശരീരമായിട്ട് അലഞ്ഞത്, കുടുംബമായിട്ട് അലഞ്ഞതിനൊക്കെ ദൈവാത്മാവ് മെയ് മാസമാകുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞ വാക്കാകുന്നു, ഒരു സ്ഥിരത നിന്റെ കാലത്ത് ഞാൻ ചെയ്യുമെന്ന വാക്കാണ്. നമുക്കറിയാം, ഹബക്കൂക്ക് പ്രവചന പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചാൽ നീ വിശ്വസിക്കില്ല. ഓർത്തോണം, ഞാൻ ഈ ദൂതിനെ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കൾ പറഞ്ഞ കാര്യമാണ്, കർത്താവേ, എൻ്റെ കാലം ഇന്ന് എൻ്റെ കാലമാണ്, എൻ്റെ മൂക്ക് ശ്വാസമുള്ള കാലം എൻ്റെ കാലമാണ്, എൻ്റെ കാലത്ത് ഒരു സ്ഥിരത തരുമെങ്കിൽ കർത്താവേ, ഞങ്ങൾ അത് പ്രാപിച്ചെടുക്കട്ടെ. ഈ വചനം ശരിയാണെങ്കിൽ, ഈ ദൂത് വാഗ്ദത്ത വചനമാണെങ്കിൽ, ഈ മാസത്തെ കർത്താവേ ലഭിക്കേണ്ട അഡ്രസ്, ലഭിക്കേണ്ട ഉയർച്ച, പ്രാപിച്ചെടുക്കേണ്ട നന്മ ഈ ഉടമന ഹസ്കരഘടകനാഥന ഈ മാസത്ത് പ്രാപിക്കണം. വർഷങ്ങളായി പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ, ഓർമ്മിച്ച കാലഘട്ടം മുതൽ അലഞ്ഞ് വലഞ്ഞ് ജീവിതത്തിൽ തികഞ്ഞൊരു അഡ്രസ് കൈവശമാക്കുവാൻ കഴിയാതെ വണ്ണം വ്യാകുലപ്പെടുത്തിയ ആ മണ്ഡലമുണ്ടല്ലോ, തമ്പുരാൻ വെട്ടി ദൂരെ കളഞ്ഞ ശേഷം ആത്മാവരെ വാക്കാകുന്നു, നിന്റെ കാലത്ത് കുഞ്ഞെ, നീ കണ്ണീരോടെ വലഞ്ഞ് ഉലഞ്ഞ് അസ്വസ്ഥപ്പെട്ട കാലമുണ്ടല്ലോ, ആ കാലത്തിന് പകരമായി ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉറപ്പീര്, ഒരു സ്ഥിരത, ദൈവാത്മാവ് ഒരു പെർമനന്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠമാണ്. ഒരു പെർമനന്റ് അഡ്രസ് ദൈവത്തിന് പെർമനന്റ് അഡ്രസ് തരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്ക് പുറപ്പാട് പുസ്തകം 14:3 നമ്മൾ വായിച്ചല്ലോ. നമ്മൾ ഇങ്ങനെ വലയ്ക്കുക, വാണ്ടർ ചെയ്യുക. ആ അലച്ചിലിന് നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ ബ്രെയിനകത്ത് എവിടെ പോയി നിൽക്കും, എങ്ങനെ നിൽക്കും, ആര് പിടിച്ചണയ്ക്കും എന്നൊക്കെ നമ്മുടെ ബ്രെയിനകത്ത് ഇങ്ങനെ കിടന്നൊരു ചഞ്ചലിപ്പുണ്ട്. പക്ഷെ ആ ചഞ്ചലിപ്പൊക്കെ ഈ രാവിലെ മാറട്ടെ. ഈ 1-ാം തീയതി നമുക്ക് പറയാം, കർത്താവേ, നിന്റെ വചന നിമിത്തം എനിക്ക് ഇനിയുള്ള കൺഫ്യൂസായ മൈൻഡ് അല്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഉറപ്പിക്കുന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധനായ ദൈവം എന്നെ കൊണ്ടെത്തിക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് സ്ഥിരത എന്ന വാക്ക്. ആ സ്ഥിരത സ്റ്റെബിലിറ്റീസ് എക്സ്റ്റേണൽ ലൈഫ് എന്നാണ്. ജീവിതത്തിനകത്ത് വർഷങ്ങൾ, നാളുകൾ നിൽക്കാത്തക്കവണ്ണം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഈ ചില വ്യക്തികൾ സഭകൾ മാറിപ്പോകുന്നവരെ കുറിച്ച് ഞാൻ പലപ്പോഴും അങ്ങനെ മാറിപ്പോകുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഉദാഹരണം നമുക്കറിയുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരു ഏത്തവാഴ കൊണ്ട് നട്ടാൽ ആ ഏത്തവാഴ 9 മാസം വേണമെന്നാണ് പറയുന്നത്. 9 മാസം പഴയകാല കണക്കാണ്. ഇപ്പോഴത്തെ
ആധുനിക കാലഘട്ടത്തിൽ വന്നപ്പോൾ അതിൻ്റെ സിസ്റ്റത്തിന് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ പഴയ കാലത്തിൽ ഒരു ഏത്തവാഴ അതൊന്ന് കൊല വെട്ടിയെടുക്കണമെങ്കിൽ 9 മാസം വേണം. ഈ ഏത്തവാഴ വിത്ത് കൊണ്ടുപോയി നമ്മൾ നട്ടു, അതിന് വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ വേര് കിളിച്ച് അതിനകത്ത് നിലത്ത് നിന്നും അതിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുത്ത് അത് ഇതളുകളിട്ട് വരേണ്ട ടൈമുകളായി വരുമ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ഓർത്തിട്ട് അത് അവിടെ നിന്ന് ഇളക്കി അടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ട് നടുക എന്ന് സങ്കല്പിച്ചു നോക്കും. അത് അവിടെ നട്ടു, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ 1 മാസമായപ്പോൾ അത് 2-3 ഇതളുകൾ അതിൻ്റെ ഇലകൾ പുറത്തേക്ക് വന്നു. വീണ്ടും അവിടെ നിന്ന് ഇളക്കി മറ്റൊരു ഭാഗത്തേക്ക് ഒരു 3-4 ഇളക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന്ന് ഒരു ഫലം എടുക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ കിടന്ന് 9 മാസം കഴിഞ്ഞാലും 10 മാസം കഴിഞ്ഞാലും 100 മാസം കഴിഞ്ഞാലും ആ ഏത്തവാഴയിൽ നിന്നും ഒരു കൊല വെട്ടിയെടുത്ത് അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് തന്നെയാണ് ഞാൻ ഈ വാക്യത്തെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം. ദൈവം ഒരു സ്ഥിരത ഉറപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫലങ്ങൾ പുറത്താക്കി വരാൻ പറ്റൂ, നമ്മൾ ആരെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അലച്ചിലിന്റെ ഒരു കാലമുണ്ട്. ഈ അലച്ചിന്റെ കാലം മാറണം. അത് ഞാൻ ഇന്ന് രാത്രി ഒരു ദൈവദാസ നിലയിൽ വളരെ ഗൗരവത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മേഖലയാണ്. കർത്താവ് സ്ഥിരത ഉണ്ടെങ്കിലേ ഒരു ഫലം വരുത്തുള്ളൂ. സ്ഥിരത ഉണ്ടെങ്കിലേ ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നേട്ടം വെട്ടിയെടുക്കാൻ പറ്റൂ. ഇല്ലാത്ത കാലം അത്രയും ഇങ്ങനെ കണ്ട് വാണ്ടർ ചെയ്യേണ്ടി വരും. അത് വളരെ ശ്രദ്ധിച്ച് ആ ദൂതനെ ഒന്ന് എടുക്കണം, ആവശ്യമാണ്. ഒന്ന് വായിക്കാമോ? ഹോശിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഹോശിയ ചാപ്റ്റർ 11 വേഴ്സസ് 12. ഹോശിയ 11-ന്റെ 12-ാമത്തെ വാക്യം പ്ലീസ്. യഹോവയുടെ അരുളപ്പാട്, എഫ്രയീം കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദായും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോട് ഇന്നും അസ്ഥിരത കാണിക്കുന്നു. എഫ്രയീം കപടവും ഇസ്രായേൽ വഞ്ചനയും, ഇവർ 2 സ്വഭാവവും കപടവും അവരകത്ത് അസ്ഥിരനായതുകൊണ്ട് എഫ്രയീമിനും ദോഷമുണ്ടാകുന്നു, യഹൂദയ്ക്ക് ദോഷമുണ്ടാകുന്നു. അപ്പൊ അസ്ഥിരനെ പിടിച്ച് സ്ഥിരനാക്കി മാറ്റിയെങ്കിലേ എഫ്രയീം രക്ഷപ്പെടത്തുള്ളൂ, യഹൂദയും രക്ഷപ്പെടത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ആഴം? ഒന്നുകൂടി ആവർത്തിക്കാം. എഫ്രയീമിന്റെ ഒരു കപടവും ഇസ്രായേൽ ഗ്രഹത്തിന്റെ വഞ്ചനയും കിടക്കുന്നുകൊണ്ട് ജീവിതത്തിനകത്ത് അവൻ സ്ഥിരപ്പെടാൻ പറ്റുന്നില്ല. അവനെപ്പോഴും അസ്ഥിരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വിശുദ്ധീകരണമോ തീരുമാനമോ ഒക്കെ എടുക്കേണ്ടതായ ഒരു സമയമാണ്. ആ സമയം ഇതാകുന്ന പറവാക്ക്, എന്തെങ്കിലും എൻ്റെ ലൈഫിനകത്ത് തിരുഹിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടായാൽ, വഞ്ചനയോ കപടമോ എന്തെങ്കിലും ഉണ്ടായാൽ ഒരിക്കലും എനിക്ക് സ്ഥിരപ്പെടാൻ പറ്റില്ല. അവിടെ ഞാൻ അസ്ഥിരനായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ പ്രസംഗിക്ക് ഓർത്തോണം, ഉറക്കമില്ലാത്തൊരു ബ്രെയിനാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഹാങ് ഓവർ എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ച് ഒരു സ്വത്രം ചെയ്യാമോ? രാവിലെ സ്വത്രം. ആമേൻ. അപ്പോൾ ഓർത്തോടെ എന്താ പറഞ്ഞ വാക്ക്? ഈ എഫ്രയീമിന്റെ വഞ്ചന, അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ അസ്ഥിരത, ഇത് രണ്ടും ഉള്ള കാലം അത്രയും ഒരു കാരണവശാലും സ്ഥിരപ്പെടാൻ പറ്റില്ല. ഈ വഞ്ചനയും കപടവും മാറുമ്പോഴാണ് സ്ഥിരപ്പെടാം. അപ്പോൾ ഓർത്തോണം, ചില വ്യക്തികൾ സ്ഥിരപ്പെടാത്തതിൻ്റെ കാര്യം ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒടുത്തുറയ്ക്കത്തില്ല. വീട്ടിലായിരുന്നാലും ശരി, നാട്ടിലായാലും ശരി, ആ സഭയിലായിരുന്നാലും ശരി, ഏത് ജോലിയിലായാലും ശരി. ചില വ്യക്തികൾ ഇങ്ങനെ ഒരു മാസം തന്നെ 10-15 ജോലി ചെയ്യും, ഒടുത്ത് സ്ഥിരപ്പെടത്തില്ല. കാര്യം സ്വഭാവം ശരിയല്ല. ഈ സ്വഭാവം ശരിയല്ലാത്ത കാലം അത്രയും എവിടെ ഉറയ്ക്കും? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലാകുന്നു. ചിലർ പറഞ്ഞ വാക്ക്, വന്ന് കയറിയതോടെ തന്നെ അവർക്ക് ഇത്ര സാലറി കിട്ടണം. ഇവർ പെർഫോമൻസോ രീതിയോ ഈ സ്ഥാപനത്തിൽ വ്യക്തിക്ക് അറിയാമോ? അറിയത്തില്ല. സ്തോത്രം. പറഞ്ഞ ചില നമ്മുടെ ബൈബിൾ കോളേജ് പഠിക്കുന്നപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഈ ബൈബിൾ കോളേജിൽ കയറി വരുമ്പോൾ തന്നെ ചിലർക്ക് ശുശ്രൂഷിക്കണം, പ്രസംഗിക്കണം. വാസ്തവത്തിൽ ഈ വചനം എന്തെന്നോ ശുശ്രൂഷ എന്തെന്നോ ആദ്യ പാഠം പഠിക്കാതെ അങ്ങ് പ്രസംഗിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവരൊന്നും ശുശ്രൂഷ ഇപ്പോൾ കാണാനില്ല. ആ ഒരു പൂ കൃഷി പോലെയാണ്. ആദ്യം പ്രദർശനം ഉണ്ടാകും, അതുപോലെ പോയി. അപ്പോൾ ഓർത്തോണം, കപടമോ വഞ്ചനയോ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്ഥിരപ്പെടാൻ പറ്റില്ല. ആ വ്യക്തി അസ്ഥിരനായിത്തീരും. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് പറയാം, കർത്താവേ,
നെഞ്ചത്ത് കൈവച്ച് പറയാൻ, കർത്താവേ എനിക്ക് സ്ഥിരത ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ മുൻകാലത്ത് എന്തെങ്കിലും ഒരു അപാകത വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിച്ചിട്ട് ദൈവസന്നിധി കർത്താവ് എന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നു. കർത്താവ് ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും ഇനി ഒരിക്കൽ അസ്ഥിരപ്പെടാൻ പാടില്ല. അവർക്കൊരു വാഗ്ദത്തം തുറന്നു വന്നാൽ, അവർക്കൊരു നന്മ തുറന്നു വന്നാൽ അത് പെർമനന്റ് ആയിരിക്കണം. ഉടമനാണല്ലോ അത് കർത്താവ് ഒരിക്കൽ ടെമ്പററി ആകരുത്, അത് സ്ഥിരമായി നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ മാസങ്ങളിൽ ഒരിക്കലും താൽക്കാലിക ഉയർച്ചകളല്ല, ഒരിക്കൽ ടെമ്പററി ആയ നേട്ടമല്ല ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന ഈ വർഷത്തിൽ, ഈ മാസത്തിൽ ദൈവാത്മ വാക്കാണ് സ്ഥിരമായൊരു നന്മ, സ്ഥിരമായൊരു ഉയർച്ച, സ്ഥിരമായൊരു അവകാശം, സ്ഥിരമായ നേട്ടം തമ്പുരാൻ ഒരുക്കി തന്നു. ദൈവം നേട്ടത്തിൽ നിന്ന് നേട്ടത്തിലേക്ക് അവയെ സഞ്ചരിക്കത്തക്ക നിലയിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പ്രവചനാത്മാ വിളിച്ചു പറയുന്നു. ദൈവം അസ്ഥിരനെ മൊത്തം ദൈവാത്മ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ്. ടെമ്പററി അല്ല, ഒരു പെർമനന്റ് ആയ ഒരു അവകാശം പരിശുദ്ധനാ ദൈവം ഈ മാസത്തെ തരാ. ദൈവത്തിന് പ്രസാദമുണ്ട്. ശ്രോത്ര, 1 രാജാക്കന്മാരുടെ പുസ്തകം 28 അധ്യായത്തിന്റെ 7 വാക്യം വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 28 അധ്യായത്തിന്റെ 7 വാക്യം പ്ലീസ്. എന്നാൽ യഹോശാഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇസ്മയുടെ മകനായ മീഖാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡിനെ വിളിച്ചു ഇസ്മയുടെ മകനായ മീഖായാവ് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 28 വാക്യം ആണെങ്കിൽ 22 ഉണ്ട് വർഷം. 1 രാജാക്കന്മാരില് 28 വാക്യം 2 രാജാക്കന്മാർ വായിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 28. അപ്പൊ ഇവിടെ ഒരു ലിസൺ, അവിടെ ഒരു വാക്ക് എനിക്ക് വരേണ്ട വാക്ക്, സ്ഥിരത ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു രാജ്യത്വം അവന് സ്ഥിരപ്പെടുത്തി കിട്ടുന്ന വാക്കാണ്. അവന്റെ ലൈഫിൽ ഒരു നല്ലൊരു കോൺഫിഡന്റ് മൈൻഡ് ഉണ്ടെങ്കിൽ അവൻ രാജാവായി മാറുമെന്നൊരു ഒരു 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 മെസ്സേജ് അവിടെ കിടപ്പുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി കാണും, ഞാനത് പിന്നെ പറഞ്ഞോളാം. അപ്പോൾ ഞാൻ അവർ സ്ഥാപിച്ചു പറഞ്ഞ വാക്കാകുന്നു, ലൈഫിൽ ഉറപ്പ് പ്രാപിച്ചിട്ടുള്ള വ്യക്തി രാജ്യത്വം നേടിയെടുക്കുമെന്നൊരു തോഴ്സ് എനിക്ക് ദൈവ ആ വചനത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ റെഫറൻസിനകത്ത് വ്യത്യാസം ഉണ്ടായിക്കണം. അപ്പം ഞാൻ ആ വാക്ക് പറഞ്ഞു നിർത്താം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇതൊരു സ്ഥിരത ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നോർമൽ വ്യക്തി ആകത്തില്ല, അവൻ രാജാവായി മാറുമെന്ന വാക്കാണ്. സ്തോത്രം. അപ്പോൾ ഒരു സ്ഥിരത പ്രാപിക്കപ്പെട്ട വ്യക്തികൾ മുഴുവനും രാജ്യത്വവും രാജപദവികളും അനുഭവിച്ചുകൊണ്ട് ഏറ്റവും മികച്ച വ്യക്തിത്വമാക്കി ദേശത്തിൽ അവൻ പബ്ലിക്കിൽ ഉയർത്തുമെന്ന വാക്കാണ്. അവൻ ഒന്ന് നിന്റെ കാലത്തിൽ ഞാൻ സ്ഥിരത തരുമെന്ന് പറയുമ്പോൾ, എൻ്റെ കാലത്തിന് മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ കാലത്തിൽ ഞാൻ അസ്വസ്ഥനായി വലഞ്ഞ കാലഘട്ടമാണ്. ആ വലഞ്ഞ എന്നെ ദൈവം സ്ഥിരപ്പെടുത്തി, ആ സ്ഥിരപ്പെടുത്തി എന്നെ സാധാരണക്കാരനാക്കി മാറ്റിയില്ല, ഒരു രാജകീയമായ അവകാശത്തിലേക്ക് ദൈവനെ കൊണ്ടെത്തിക്കുകയാണ്. ഞാനവിടെ ദൈവ നിയോഗം പറയാം. അവൻ ദൈവസന്നിധി സ്ഥിരപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ അവൻ സാധാരണക്കാരായി മാറത്തില്ല. അവൻ ഏറ്റവും അഡ്രസ്സുള്ള, ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവൻ നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കുമെങ്കിൽ ഈ മാസത്ത് കർത്താവേ സ്ഥിരപ്പെടും, ഞാൻ ഉയർച്ച പ്രാപിക്കും, രാജകീയ അഭിഷേകം എനിക്ക് നൽകും, അതിന് ജീവിതത്തിൽ ശ്രേഷ്ഠത കൈവശമാക്കും. ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അത് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ശൗലിന്റെ തലമേൽ അഭിഷേകം കൊണ്ടൊഴിച്ചു. പക്ഷെ ആ കൊണ്ടുവന്ന അഭിഷേക തൈലം കൊണ്ടുവന്നത് പാത്രത്തിനകത്താണ് കൊണ്ടുവന്നാണ് പുസ്തകം. പാത്രത്തിനകത്താണ് തൈലം കൊണ്ടുവന്നാണ് അവനെ അഭിഷേകം ചെയ്തത്. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം കൊണ്ടുവന്നത് തൈലം കൊണ്ടുവന്നത് കൊമ്പിനകത്ത് കൊണ്ടുവന്ന തൈലം, കൊമ്പിനകത്ത്. അപ്പോൾ കൊമ്പിനകത്ത് കൊണ്ടുവന്ന തൈലം ദാവീദിന്റെ തലമേൽ ഒഴിച്ചു. അവൻ ശൗലിന്റെ ഗൃഹത്തിൽ പാത്രത്തിൽ കൊണ്ടുവന്ന ഈ തൈലമാണ് ഒഴിപ്പാൻ കാരണം.
രണ്ടിന് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് അസ്ഥിരനാണ്, സീസൺ മൈൻഡുള്ളവനാണ്. എപ്പോൾ വേണമെങ്കിലും കാഴ്ചപ്പാട് മങ്ങലേൽപ്പിക്കാം, എപ്പോൾ വേണമെങ്കിലും ദൈവത്തെ വിട്ടു പോകാം, എപ്പോൾ വേണമെങ്കിലും ആരാധന വിട്ടു പോകാം, എപ്പോൾ വേണമെങ്കിലും അവന് സ്വഭാവത്തിൽ ചെയ്യിച്ചുണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും അവന്റെ ബ്രെയിനകത്തുള്ള ആശയത്തിന് മാറ്റമുണ്ടാകാം. അതുകൊണ്ട് അവന്റെ സ്വഭാവം അനുസരിച്ചാണ് ആ പാത്രത്തിൽ കൊണ്ടുവന്നത്. അത് ഇസ്രായേൽ ചട്ടത്തിന്റെ വ്യത്യാസമാണ്. എന്നാൽ ദാവീദ് എടുത്ത തീരുമാനം അത് ഉറപ്പെന്ന കാര്യം പരിശുദ്ധാത്മന് ബോധ്യമായപ്പോൾ കൊമ്പിനകത്ത് നിറച്ചു എന്ന് പറഞ്ഞ വിദ്വാന്റെ തൈലത്തിന് ഒത്തവണ്ണമുള്ള ആ ശ്രേഷ്ഠനം സൗരഭ്യം മണക്കുന്ന ആ തൈലം കൊണ്ട് ആ കൊമ്പിനകത്ത് നിറച്ചുകൊണ്ട് ദാവീദിന്റെ തലമേൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ നോക്ക്, ആ ദാവീദ് രാജ്യത്ത് സ്ഥിരപ്പെട്ടില്ലേ? സ്തോത്രം. ആ കുടുംബത്തിനകത്തുനിന്ന് ഒത്തിരി പ്രമുഖന്മാർ വന്നില്ലേ? ആ കുലത്തിനകത്ത് ഒത്തിരി ശ്രേഷ്ഠന്മാർ വന്നില്ലേ? ആ കുലം ഇന്നും ദൈവം ദാവീദിന്റെ ഗ്രഹമെന്നോ ദാവീദ് നഗരമെന്നോ പേര് അറിയത്തക്കവണ്ണം നിലയിൽ ഉയർത്തിയില്ലേ? അപ്പൊ അർത്ഥം എന്ന് പറയുന്ന കാര്യം സ്ഥിരമാണ്, സ്ഥിര മനസ്സ്, സ്ഥിര ചിന്ത, ഉറപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു രാജ്യത്വം, ഒരു ആത്മീക പദവി, ഒരു ഉയർച്ചയുടെ പദവി ദൈവം നമുക്ക് തരുമെങ്കിൽ നമുക്ക് കർത്താവേ, നിന്റെ കാലത്തിൽ വലിയുന്ന കാലമല്ല, നിന്റെ കാലത്ത് ഒരു സ്ഥിരപ്പെടുന്ന കാലഘട്ടമായി മാറും. എങ്കിൽ രാവിലെ ആത്മാവിൽ പറയാം, ഒരു സ്ഥിരത പ്രതീക്ഷിച്ചോണം. ഈ സ്ഥിരത വരാൻ സമയമായി. ആ സ്ഥിരതയ്ക്കകത്ത് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രാജകീയ ഉയർച്ചകൾ, രാജകീയ നേട്ടങ്ങൾ പരിശുദ്ധാത്മ തരാൻ ദൈവത്തിന് പ്രസാദമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മുടെ കാലത്ത് ദൈവം ഒരു സ്ഥിരത തരികയും നമ്മുടെ കാലത്ത് ആ മേഖലയുമായി ഒരു ഉയർച്ച, ആ ഉയർച്ച സാധാരണ ഉയർച്ച ആയിരിക്കത്തില്ല, ഒരു രാജകീയ ഉയർച്ച തരുമെന്നാണ്. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പനാഗ്രഹിക്കുന്നു. യെശയ്യാപ്രവാചന പുസ്തകം 46 അധ്യായത്തിന്റെ 8 വാക്യം. യെശയ്യാപ്രവാചന പുസ്തകം 46 8 വാക്യം. ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പി. ഏത് ഓർക്കണം? 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഇത് ഓർക്കണം. നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാൻ അനന്യനാണ്. ഇത് ഓർത്ത് സ്ഥിരപ്പെടുവിൻ. ഏത് ഓർക്കണം? ഒന്ന്, നിങ്ങൾ ഇപ്പോൾ നല്ല യുവത്വമുള്ളവരാണ്, പക്ഷേ നിങ്ങൾക്കൊരു വാർദ്ധക്യം വരുമ്പോഴും ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞാൻ സ്ഥിരനാണ്. അതേ ഞാൻ നിങ്ങൾ വാർദ്ധക്യത്തിൽ ഞാൻ സ്ഥിരനാണ്. അത് ഓർത്ത് വേണം നിങ്ങൾ സ്ഥിരപ്പെടാൻ. മനസ്സിലാകുന്നുണ്ടോ? എന്തോ മനസ്സിലായി? ഒരു സ്വതന്ത്രം ചെയ്യാമോ? ഒരാമയും പറയാമോ? ഒന്നുകൂടി ആവർത്തിക്കാം. ഞാൻ ഇത് ഓർത്ത് സ്ഥിരപ്പെടുവിൻ എന്ന വാക്ക് ആ 46 8 വാക്യത്ത് പറയുമ്പോൾ 46 4 വാക്യത്ത് പറയുന്നു, വാർദ്ധക്യത്തിലും നിങ്ങൾക്ക് ബലം ക്ഷയിക്കുന്ന സമയത്തും നിങ്ങൾ ആകപ്പോൾ അസ്വസ്ഥപ്പെടുമ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞാൻ നിങ്ങളെ താങ്ങും. ഇത് ഓർത്താൽ നമുക്ക് സ്ഥിരപ്പെടാൻ പറ്റും. സ്തോത്രം. ഇനി എന്താണ് 10 വാക്യം? 46 10 വാക്യവും 11 വാക്യം ഏതാണ് ഓർക്കേണ്ട വാക്ക്? വായിച്ചാൽ സ്തോത്രം. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ രണ്ടാമത്തെ കാര്യം, ഇത് ഓർത്ത് സ്ഥിരപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, ആരംഭത്തിൽ തന്നെ ഒരു അവസാനവും പൂർവ്വകാലത്ത് തന്നെ അതിന്റെ ഏറ്റവും അവസാനത്തെ മേഖല ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. അത് എനിക്കറിയാം. അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ സ്ഥിരപ്പെടാൻ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒന്ന് ശരിയാക്കാമോ? നമ്മുടെ തീരുമാനം ഉറപ്പിക്കാമോ? ഇത് ഓർത്ത് സ്ഥിരപ്പെടും. ഈ മെയ് മാസം 1-ാം തീയതി ഇത് ഓർത്ത് സ്ഥിരപ്പെടും. 11 വാക്യം കൂടെ വായിക്കാമോ? 11 വാക്യം കൂടെ 46 11 വാക്യം കൂടെ. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് രാജൻ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ഒരാമയും പറഞ്ഞാണ് സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇത് ഓർത്ത് സ്ഥിരപ്പെടാൻ. ഞാനൊരു കാര്യം നിങ്ങളെക്കുറിച്ച് ഓർത്താലേ ആ കാര്യം നിവർത്തിക്കും. ഞാനൊരു കാര്യം പ്രസ്താവിച്ചാൽ ആ പ്രസ്താവിച്ച കാര്യം ഞാൻ നിവർത്തി തരും. ഇത് ഓർക്കുമ്പോൾ നമുക്കൊരു സ്ഥിരത ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ 3 കാര്യം ഓർത്താണ്. ഒന്ന്, ഇത് ഓർത്ത് സ്ഥിരപ്പെടുവിൻ എന്ന വാക്കിൽ 3 കാര്യം. ഒന്ന്, നിങ്ങൾക്ക് ബലം ക്ഷയിക്കുന്ന സമയമുണ്ട്.
നിങ്ങൾ വാർദ്ധക്യമായ സമയമുണ്ട്, നിങ്ങൾ ക്ഷീണിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനന്യനാണ്, ഞാൻ നിങ്ങൾ താങ്ങാനുണ്ട്. ഇത് നിങ്ങൾ ഓർക്കണം. 2, പൂർവ്വകാലം തന്നെ അതിന്റെ അവസാനത്തെ അവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർണയിച്ചിരിക്കുമ്പോൾ പണ്ട് എങ്ങനെയാണോ പറഞ്ഞത് അത് അവസാനം വരെ നിവർത്തിക്കാം. അവൻ 3-ാമത്തെ കാര്യം വാക്കാകുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആവശ്യമുണ്ട്, നിങ്ങളുടെ കാര്യം മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചെയ്തു തരാൻ ശക്തനാണ്. അതുകൊണ്ട് ഇത് ഓർത്ത് വേണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം. ഈ മെയ് മാസം ഒരു ചലഞ്ചിങ് മാസമാക്കാം. ഈ മെയ് മാസം ഒരു തീരുമാനത്തിന്റെ മാസമായി മാറാം. ഈ മെയ് മാസം ഒരു ഉറപ്പിന്റെ മാസമായി മാറാം. കർത്താവേ, അധികം പ്രാർത്ഥിക്കുന്ന, അധികം ആരാധിക്കുന്ന, അധികം വചനം വായിക്കുന്ന, അധികം ഉപവസിക്കുന്ന, അധികം വെളിപ്പാട് കാണുന്ന, അധികം സമയം ദൈവത്തിന് കൊടുക്കുന്ന മാസമായി, അധിക സമയം വെളിപ്പാട് പ്രാപിക്കുന്ന മാസമായി, അധിക സമയം സ്വപ്നങ്ങൾ കാണുന്ന മാസമായി, അധിക സമയം എന്റെ കോൺസെൻട്രേഷൻ, എന്റെ ഏകാഗ്രത ക്രിസ്തുവിൽ മാത്രം ഒതുക്കുന്ന മാസമാക്കി ഞാൻ ഈ മാസം തീരുമാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് രാവിലെ പറയാൻ പറ്റുമെങ്കിൽ ഇതൊരു ചലഞ്ചിങ് മന്ത് ആകട്ടെ, ഒരു വെല്ലുവിളി മന്തായി മാറട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം കൊണ്ടുവരും. ഈ 5-ാം മാസം ഒരു വ്യത്യസ്തമായ ആശയങ്ങളും ഒരു വ്യത്യസ്തമായ വെളിപ്പാടുകളും ഒരു വ്യത്യസ്തമായ റൂട്ടുകളും ദൈവം തെളിയിക്കുമ്പോൾ നമ്മുടെ വാക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സ്ഥിരപ്പെട്ടവളാണിവൾ, സ്ഥിരപ്പെട്ടവനാണ് ഇവൻ എന്ന് പറയത്തക്ക, മനസ്സിലാക്കത്തക്കവണ്ണം നമ്മുടെ ബോഡി ലാംഗ്വേജ് സ്ട്രോങ് ആകട്ടെ. കാര്യം ഒരു അലച്ചിലുണ്ടായിരുന്നു. നേരത്തെ പറയുന്ന വാക്കൊന്ന്, ചെയ്യുന്ന വേറെ ഒന്നായിരുന്നു. ഇപ്പോൾ പറയുന്നതും ചെയ്യുന്ന ഒന്നാക്കി മാറ്റിയത് ഈ പുസ്തകത്തിലെ ഈ മാസം വെളിപ്പാട് നിമിത്തമാണെന്നുള്ള ആ ചിന്തയിൽ നമുക്കൊന്ന് തീരുമാനം എടുക്കാമോ? ആ തീരുമാനം ശരിയാകുന്നുവെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നമ്മുടെ പൂർവ്വകാലത്ത് സംഭവിക്കേണ്ട കാര്യമെല്ലാം ദൈവം നമുക്ക് വേണ്ടി സകല കാര്യത്തെ ദൈവം നിവർത്തിച്ചു തരും. അതുകൊണ്ട് ഈ മാസങ്ങളിൽ മറക്കുവാൻ കഴിയാത്ത ഒത്തിരി ഉറപ്പീതികൾ, ഉയർച്ചകൾ, സ്ഥിരപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ സ്വർഗസ്ഥന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും, നിശ്ചയമായി ഒരുക്കി തരും. അതുകൊണ്ട് നിന്റെ കാലത്ത് സ്ഥിരതപ്പെടും. ഞാനൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ, നമ്മൾ പലരും വാർദ്ധക്യത്തിലേക്ക് കയറി, പല വാർദ്ധക്യ സഹജമായ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കര പറ്റിയിട്ടില്ലാതെ ചിന്തയുണ്ട്. നമ്മുടെ കുടുംബം പല കാര്യത്തിനകത്തും ബാധ്യതരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ ഈ ലോണിൻ്റെ 30 വർഷത്തിൻ്റെ കണക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ 30 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായം എങ്ങോട്ടേക്ക് പോകുമെന്ന് ചിന്തിച്ചൊരു സ്വത്രം. അപ്പോൾ അത് ഓർത്താൽ നമുക്ക് ടെൻഷൻ കയറാൻ സാധ്യത ഉണ്ട്. ഓർക്കാറില്ല, ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം, ഇതൊക്കെ നമ്മൾ ടെൻഷൻ വന്ന് കയറുമ്പോൾ നമുക്ക് പലതിലും നമ്മുടെ ശരീരത്തിനകത്ത് വ്യാകുലതകളും ഭാരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, നമുക്ക് സ്ഥിരപ്പെടാം, ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരപ്പെടാം. നമ്മുടെ എത്ര ചിന്തകൾ നമുക്ക് അസ്വസ്ഥപ്പെടാൻ ശ്രമിച്ചാലും നമുക്ക് പറയാം, എൻ്റെ കർത്താവ് എന്നെ താങ്ങാനുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പിലേക്ക് വരാം. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, അതെൻ്റെ സ്ഥിരചിന്തയാണ്. എനിക്ക് നല്ല ഒരു ഉയർച്ച ഉണ്ടാകുമെന്നത് ദൈവം എനിക്ക് തന്ന ഉറപ്പിലാണ്. ആ ഉറപ്പിൽ മാത്രം ഞാൻ ഈ മാസം നിൽക്കുന്നു. ഈ 5-ാം മാസം 1-ാം തീയതി ഈ വെളിപ്പാട്, നിന്റെ കാലത്ത് ഞാൻ ഒരു സ്ഥിരതയും രക്ഷാസമൃദ്ധിയും, അതൊക്കെ 2-3 സബ്ജക്റ്റുകൾ കിടക്കുന്നു. ജ്ഞാനവും പരിജ്ഞാനം ഉണ്ടാകും. യഹോവ ഭക്തി അവിടെ നിക്ഷേപമായിരിക്കും. ഇത് നന്നായിട്ടെടുത്ത് സൂക്ഷിക്കേണ്ട വെളിപ്പാടുകളാണ്. നമുക്ക് കർത്താവ് അനുവദിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാവിലെ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ കാലത്ത് അത് അനുഭവിക്കണമേ അപ്പ. കർത്താവ്, എൻ്റെ കാലത്ത് ഇത് കാണണേ അപ്പ. എൻ്റെ കുഞ്ഞുങ്ങൾ ഉറയ്ക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ നന്മകൾ, എൻ്റെ കുടുംബത്തിൻ്റെ അലച്ചിലുകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ശൂന്യതകൾ മാറണം. എനിക്ക് ഇത്രയും വയസ്സ് പ്രായമായി, ഒരു 10 വർഷത്തെ കണക്ക് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴേ പല ബലഹീനത ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അടുത്ത ഒരു 10 വർഷം കൂടി നോക്കുമ്പോൾ ഞാൻ എത്രത്തോളം ബലഹീനായി തീരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ബലഹീനായി തീരാൻ പാടില്ല. അതിന് മുമ്പിൽ എൻ്റെ ഈ നല്ല കാലത്ത് എൻ്റെ കുടുംബത്ത് വന്നു കയറേണ്ട ചില ഉയർച്ചകൾ, എൻ്റെ കുടുംബത്ത് വരേണ്ട ചില നന്മകളുണ്ട്. അത് കർത്താവ് ഈ മാസങ്ങളിൽ എനിക്ക് തെളിയിച്ചു തരണമേ. ദൈവത്തോടൊരു കണ്ണീരോടൊരു വാക്ക് പറയാമോ? നിശ്ചയമായിട്ട് എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് ഞാൻ ആ വാക്ക് പറയുന്നു. ദൈവം നിങ്ങളുടെ കാലത്ത് ഒരു സ്ഥിരത തരും, രക്ഷയ്ക്ക് സമൃദ്ധി നൽകും. ഒരു കാരണവശാലും ഇനി
അവൻ വ്യാകുലപ്പെട്ടു പോകാൻ സമ്മതിക്കാത്ത നിലയിൽ ദൈവം നേട്ടത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് ആ വചനം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി തണുപ്പ് തോന്നി, എനിക്ക് ഒത്തിരി സന്തോഷമായി തീർന്നു. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായി. ആമേ, ഒരു കാരണവശാലും വഴിമറ്റേ പട്ടുപോകുവാൻ ദൈവം സമ്മതിക്കില്ല. ഉടരകജക ശൗഡമൻ ഖനാദന. മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണല്ല ഇനി വേദനിക്കുന്ന മുഖവുമല്ല, ആമെ വേദനിക്കുന്ന ഹൃദയവുമല്ല. പ്രത്യേകിച്ച് ആമെ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട് ആനന്ദിക്കത്തക്കവണ്ണം, കുടുംബത്തെ ഉയർച്ച കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം, ആത്മീക നേട്ടം കണ്ട് സന്തോഷിക്കത്തക്കവണ്ണമുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ഉയർച്ച ദൈവം നമുക്ക് തരുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ഹൃദയം തുറന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പറയാം, കർത്താവേ, ഒരു സ്ഥിര ചിന്ത, ഒരു സ്ഥിര ആരാധന, ഒരു സ്ഥിര ആത്മീക ബിൽഡപ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ സമയം തരണമേ. ഈ മാസങ്ങൾ ഒരു ചലഞ്ചിങ് മന്താക്കി ഞാൻ ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നു എന്ന് പറയാം. കണ്ണടയ്ക്കാം. നമ്മുടെ ദിവസം കർത്താവേ, അങ്ങ് പറഞ്ഞ